ഓ എന്റെ പെങ്ങളെ, ഈമാനുള്ള ദീനിന്റെ പടയാളികളായ ചെറുപ്പക്കാരെ, നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ ഉപ്പയുടെ സ്ഥാനത്താണ്. ജ്യേഷ്ഠനോട് അല്പസമയം പോലും എന്റെ അനുജാ പിടങ്ങിയാൽ എത്ര നന്മകളാണ് നഷ്ടപ്പെടുക. ജ്യേഷ്ഠ സഹോദരങ്ങളെ, നമ്മുടെ അനുജൻ നമ്മുടെ മക്കളുടെ സ്ഥാനത്തുമാണ്. നമ്മുടെ അനുജൻ നമ്മുടെ മക്കളുടെ സ്ഥാനത്തുമാണ്. ഒരിക്കലും അനുജനോട് ജ്യേഷ്ഠൻ പിടങ്ങരുത്, ജ്യേഷ്ഠനോട് അനുജനും പിടങ്ങരുത്, നാശമാണ്. നോക്കൂ നിങ്ങൾ, എന്തൊക്കെ വേദനാജനകമായ രംഗങ്ങളാണ് നമ്മുടെ നാടുകളിൽ കാണുന്നത്. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ രണ്ട് കുട്ടികളാണ്, ഹസൻ എന്ന കുട്ടിയും മറ്റൊരു മോനാണ് മുഹമ്മദ് ഹനഫി. ഹനഫി അനുജനാണ്, ഹസൻ ജ്യേഷ്ഠനാണ്. ആ രണ്ട് കുട്ടികളും നമ്മുടെ പിണക്കമല്ല, ഒരു തമാശ പിണക്കമുണ്ടല്ലോ, തമാശ പിണക്കമൊന്ന് പിണങ്ങിപ്പോയി. ജ്യേഷ്ഠനായ ഹസൻ ഭക്ഷണം കഴിക്കുന്നില്ല, അനുജനായ ഹനഫിയും ഭക്ഷണം കഴിക്കുന്നില്ല. മോനെ ഹസനേ, എന്താണ് എന്റെ കുട്ടിയൊന്നും കഴിക്കാത്തത്? എന്റെ അനുജൻ ഹനഫി എന്നോട് മിണ്ടുന്നില്ല. ഹനഫിയോട് ചോദിക്കുന്നു, നീ എന്താ കഴിക്കാത്തത്? എന്റെ ജ്യേഷ്ഠൻ എന്നോട് മിണ്ടുന്നില്ല. രണ്ടാളും ഭക്ഷണം കഴിക്കുന്നില്ല. എന്റെ അനുജന്മാരെ ശൈത്താൻ പഠിപ്പിക്കും. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. എത്ര ആബിദീങ്ങളെയാണ് പിടപ്പിച്ചത്, എത്ര ഉസ്താദുമാരെയാണ് പിണക്കത്തിലൂടെ അവരെ ഖേദമുണ്ടാക്കി തീർത്ത്, എത്ര തങ്ങന്മാരാണ് പിണക്കത്തിലൂടെ വിരല് കടിക്കേണ്ടി വന്നത്. എന്റെ അനുജാ, നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ലോകത്ത് ഈ നിലയ്ക്ക് രണ്ട് കുട്ടികൾ ഒരു നാടൻ പിണക്കമങ്ങ് തുടങ്ങിയപ്പോ അനുജൻ ജ്യേഷ്ഠൻ ഒരു കത്തെഴുതുന്ന ഒരു രംഗം ഈ ലോകത്ത് വരച്ചു കാണിക്കാനുണ്ട്. ഹനഫി എന്ന കുട്ടി ജ്യേഷ്ഠന് എഴുതുകയാണ്, അസ്സലാമു അലൈക്കും വറഹ്മ വൽ ബറകാ. ഒരു അനുജൻ ജ്യേഷ്ഠന് അസ്സലാം ചൊല്ലി എഴുതുന്നു, അസ്സലാമു അലൈക്കും വറഹ്മ വൽ ബറകാ. സലാം ചൊല്ലുന്നു. എന്നിട്ട് യാ അഖീ, ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഭൂമിയിലും ആഖിറത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ, നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്ത്. ദീനിന്റെ പടയാളികളെ, ഒരനുജൻ സ്വന്തം ജ്യേഷ്ഠന് എഴുതുകയാണ്, എനിക്ക് ഭൂമിയിലും ആഖിറത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ വായിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്ത്. എന്നിട്ട് ആ ജ്യേഷ്ഠൻ എഴുതുന്നു, യാ അഖീ, എന്റെ സഹോദരാ, ഉപ്പാപ്പയുടെ മടിയിൽ കിടന്നവരല്ലേ നിങ്ങൾ, ഉപ്പാപ്പയുടെ ബാക്കി ഭക്ഷണം കഴിച്ചവരല്ലേ നിങ്ങൾ, ഉപ്പാപ്പയുടെ കൂടിരുന്നവരല്ലേ നിങ്ങൾ. എനിക്ക് അല്ലാഹു ആ ഭാഗ്യം തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ആരാണ് രണ്ട് ചോരകൾ പിണങ്ങിയാൽ, രണ്ട് ചോരകൾ, ഒരു ബാപ്പയുടെ രണ്ട് ചോരകൾ അങ്ങ് പിണങ്ങിപ്പോയാൽ ആര് ആദ്യം ചെന്ന് അടച്ചുകൂട്ടിയോ അവർക്ക് ഉപ്പാപ്പയുടെ കൂടെ കിടക്കാമെന്ന് നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരാ, ജ്യേഷ്ഠ വിളിച്ചു പറയുന്നു, എന്തീ തമ്പി, ഈ കത്ത് കിട്ടിയാൽ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാനിരിപ്പുണ്ടോ, എന്റെ അടുത്ത് വന്നെനിക്കൊരു സലാം പറയുമോ? സുബ്ഹാനല്ലാഹ്. നാട്ടുകാരെ, ഹനഫി തങ്ങളെ ഒരനുജൻ ജ്യേഷ്ഠന് കത്തെഴുതിയിരിക്കുക. ഈ കത്ത് കിട്ടിയ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാനുണ്ട്, എന്റെ ഇക്ക എന്റെ അടുത്ത് വന്നൊരു സലാം പറയോ. ഇന്നങ്ങ് കത്തെഴുതിയ 25 കൊല്ലം വീണ്ടും പടങ്ങൂലേ? ഞാൻ അങ്ങോട്ട് പോകെ, ഞാൻ അവന്റെ മൂത്തതല്ലേ, അല്ലെ? പറയും, സ്വാഭാവിക. ആ ഒരു കത്തെങ്ങാനൊരു ജ്യേഷ്ഠന്റെ കൈ കിട്ടിയ പിന്നെ 25 കൊല്ലം വീണ്ടും പടങ്ങി, ചിലപ്പോ മരിക്കോളം പടക്കേക്കാരൻ. ഹനഫി തങ്ങൾ എഴുതിയ കത്തിൽ, ഞാൻ അടുക്കളയുടെ പിൻഭാഗത്തിരിപ്പുണ്ട്, എന്റെ അടുത്ത് വന്നൊരു സലാം പറയുമോ? സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ കത്ത് വായിക്കുന്നു. മഹാനായ ഹസൻ തങ്ങൾ ആ കത്ത് വായിക്കുമ്പോ, നാട്ടുകാരെ, ഹസൻ റളിയല്ലാഹു അൻഹു ആ കത്ത് ഇങ്ങനെ വായിച്ച് അടുക്കളയുടെ പിൻഭാഗത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ കരയാൻ തുടങ്ങി. ഒരു ജ്യേഷ്ഠനതാ എഴുന്നേൽക്കുന്നു. ആ ജ്യേഷ്ഠനങ്ങ് എഴുന്നേറ്റുകൊണ്ട്, ഒരു ജ്യേഷ്ഠനങ്ങോട്ട് എഴുന്നേറ്റുകൊണ്ട്
നേരെ പോകുന്നു. അടുക്കളയുടെ വാതിലങ്ങ് തുറക്കുമ്പോൾ ഹനഫി എന്ന അനുജൻ അവിടെ ഇരിപ്പുണ്ട്. ജ്യേഷ്ഠനെ കണ്ട ഉടനെ അനുജൻ എഴുന്നേൽക്കുന്നു. എന്റെ അനുജന്മാരെ, ഞങ്ങളുടെ പൊന്നുമക്കളെ, ഞങ്ങളുടെ അനുജന്മാരെ, ഞങ്ങളുടെ ജ്യേഷ്ഠൻ നിങ്ങളുടെ ഉപ്പയുടെ സ്ഥാനത്താണ്. എവിടെ വെച്ച് കണ്ടാലും ആദരിച്ചോളൂ, ബഹുമാനിച്ചോളൂ. നിങ്ങൾക്ക് നല്ല ഭാവി അല്ലാഹു നൽകും. ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കുകയും, ഈ വഅ്ള് പറയുന്നവൻ ഒരു മുസ്ലിയാരാണ്, എന്റെ ജ്യേഷ്ഠൻ ഒരു പടുനാടനാണ്, ഒരു പടുനാടൻ മനുഷ്യനാണ്. പക്ഷേ ആ നാടൻ മനുഷ്യനായ എന്റെ ജ്യേഷ്ഠനെ ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ആദരിച്ചില്ല എങ്കിൽ എന്റെ ഭാവിക്ക് കോട്ടമാണ്. ഞാൻ എന്ത് വഅ്ള് പറഞ്ഞിട്ടെന്താ? ഈ മുസ്ലിയാരുടെ ഭാവി നഷ്ടപ്പെടും. ജ്യേഷ്ഠനെ ബഹുമാനിക്കണം, ജ്യേഷ്ഠനോട് ആദരവ് കാണിക്കണം. ഹസൻ തങ്ങളെ കണ്ട ഉടനെ ഹനഫി എന്ന അനുജനത എഴുന്നേൽക്കുന്നു. മെല്ലെ മെല്ലെ പോകുന്നു. മുസ്ലിമീങ്ങൾ, നമ്മുടെ പാപ്പയുടെ പേരക്കുട്ടികളാണ്. നേരെ ചെല്ലുന്ന ജ്യേഷ്ഠനായ ഹസൻ അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും മോനെ ഹനഫി, അസ്സലാമു അലൈക്കും. ഒരു ജ്യേഷ്ഠൻ ഇടറുന്ന മനസ്സോടെ സലാം ചൊല്ലുന്നു. വഅലൈക്കുമുസ്സലാം ഖബ്ബലഹു അനഖഹു. അനുജനങ്ങോട്ട് സലാമടക്കി ഒരു ജ്യേഷ്ഠൻ അടച്ചുകൂട്ടുന്നു. പിണക്കമെന്തെന്ന് മരണം വരെ അവർ അറിഞ്ഞിട്ടില്ല. എന്താ എന്റെ അനുജ, നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ ഉപ്പാന്റെ പവറുള്ള മനുഷ്യനാണ്, നമ്മുടെ ബാപ്പയുടെ സ്ഥാനത്താണ്. ജ്യേഷ്ഠനോട് എന്റെ അനുജന്മാരെ, പെരുന്നാളിന് പോലും, ഒരു പെരുന്നാളിന് പോലും ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്നൊരു പായസം കുടിക്കാതെ ഭാര്യ വീട്ടിൽ പോയി ഉല്ലസിക്കുന്ന, പെരുന്നാൾ ആസ്വദിക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. എടോ എന്റെ അനുജ, നിന്നെക്കാളും നന്ദികെട്ടവൻ ഈ ലോകത്താരാ? നമ്മുടെ ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ കുടിക്കണ്ടേ, പെരുന്നാളിന് ഒരു പായസം കുടിക്കണ്ടേ? ഇതിലും വലിയ സന്തോഷം എന്താ? പെറ്റ ഉമ്മയുടെ ചാരത്ത് പോലും പെരുന്നാളിന് പോകാതെ ഭാര്യ വീട്ടിൽ ചെന്ന് ചിരിച്ചു കളിച്ച് പെരുന്നാൾ ആസ്വദിക്കുന്ന എന്റെ അനുജന്മാരെ, നമ്മൾ മോശപ്പെട്ടവരാ. റസൂലുള്ള മാപ്പ് തരില്ല. റസൂലുള്ള മുഖം കാണാൻ പ്രയാസമാണ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ.